ലോകപ്രശസ്ത സുവിശേഷകനും വചനപ്രഘോഷകനും വാഗ്മിയുമായ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ മലയാളികളുടെ പല പ്രശ്നങ്ങൾക്കും അച്ഛൻ്റെ വാക്കുകൾ ഉത്തരമാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി അച്ഛൻ പറയുന്ന വാക്കുകൾ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാം. അച്ഛ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ലോകമെമ്പാടും അച്ഛൻ സുവിശേഷ പ്രസംഗങ്ങളും ധ്യാനങ്ങളുമായിട്ട് അച്ഛൻ ഒരുപാട് ചുറ്റി സഞ്ചരിച്ച് UK-യിലെത്തി. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമായിട്ട് UK മലയാളികളുടെ അച്ഛൻ വചനം പ്രഘോഷിക്കുന്നു. എന്താണ് അച്ഛൻ UK-യിൽ വന്ന് വചനം പ്രസംഗിക്കുന്ന ഈ ഒരു ധ്യാന സമയത്ത് അച്ഛനുണ്ടായ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഒന്നാമതായിട്ട് നമുക്ക് യുവ ദമ്പതിമാർ ഏറ്റവും കൂടുതലുള്ള വിദേശ രാജ്യം UK-യാണ്. മലയാളികളായിട്ടുള്ള യുവതി യുവാക്കളായ ദമ്പതിമാർ. അപ്പോൾ ഒരു 30കളിലും 40കളിലും പ്രായമുള്ള യുവദമ്പതികളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇവിടെ മറ്റിപ്പോൾ USA-യിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ പ്രായം കൂടിയ ദമ്പതികളാണ്. അപ്പോൾ ഇവർക്കാണ് കൂടുതൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഗൈഡൻസുകൾ കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അപ്പം മാതാപിതാക്കളിൽ നിന്നൊക്കെ അകന്നും ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുമ്പം ഇങ്ങനെയുള്ള മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ ഇപ്പോൾ ഏറ്റവും മനസ്സിൽ പതിയുന്ന സമയമാണ്. കൊച്ചു കുഞ്ഞുങ്ങളും യുവദമ്പതികളും അപ്പം ആ ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ ഇവർക്കാണ് ആവശ്യം എന്നാണ് എൻ്റെ അനുഭൂതി എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് പല പല ധ്യാനഗുരുക്കന്മാരായിട്ടുള്ളവരെല്ലാം ഇവിടെ ഫോക്കസ് ചെയ്യുന്നതും ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നതിൻ്റെയും കാരണം ഒത്തിരി പേഴ്സണൽ ഗൈഡൻസ് കേട്ടാൽ സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയുണ്ട്. ഒരു പേഴ്സണൽ ഗൈഡൻസ് കൂടുതൽ ആവശ്യമുള്ളതും ഇവിടെയാണ് എന്നാണ് എനിക്ക് പൊതുവായിട്ടുള്ള ഒരു തോന്നലുള്ളത്. അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇപ്പൊ പ്രത്യേകിച്ച് ഈ വിദേശങ്ങളിൽ UK-യിലുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസ പശ്ചാത്തലം അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കിട്ടുന്നില്ല. ഒരു പരിധിവരെ കാരണം ഈ രാജ്യത്തെ കൾച്ചർ, ഇവിടുത്തെ നിയമങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ആ ബുദ്ധിമുട്ടുകളുടെ വിശ്വാസത്തിലേക്ക് വളർന്നൊരു സാഹചര്യമാണ്. ഇന്ന് വളരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും വിശ്വാസത്തിൽ അകന്നു പോകുന്നതുകൊണ്ടും ആ കുഞ്ഞുങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതിവിധിയുള്ളത്? നമുക്കിപ്പോൾ ഒരു മലയാള തനിമയിൽ ഒരു വിദേശ രാജ്യത്ത് ജീവിക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും നമുക്ക് നമ്മുടേതായ മൂല്യങ്ങൾ കൊടുക്കാൻ പറ്റും. അത് പേരൻസ് ശ്രദ്ധിച്ചാൽ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഞാൻ ചില കുടുംബങ്ങളിൽ കണ്ടിട്ടുണ്ട്, നല്ല ശുദ്ധ മലയാളം, പച്ച മലയാളം മാത്രം പറയുന്ന കുട്ടികൾ. പക്ഷെ ചിലയിടത്ത് ചില പേരൻസ് അഭിമാനമായിട്ട് കരുതുന്നത് പിള്ളേർ ഇംഗ്ലീഷ് പറഞ്ഞാൽ നല്ലതെന്നുള്ളതാണ്. അപ്പം അതിനകത്ത് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൂ. അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പം UK-യിലും അമേരിക്കയിലും തർമ്മക്കാരനും ഇംഗ്ലീഷ് പറയും. അതിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. അപ്പം കേരളത്തിലെ കുറിച്ച് മലയാളം പറയുന്നത് തന്നെ വലിയ ഗമയിരിക്കുന്നത്. അപ്പം അത് ഇവിടെ ഒരു മലയാള പശ്ചാത്തലം, കുടുംബ പ്രാർത്ഥനകൾ, പാരമ്പര്യങ്ങൾ അതുപോലെ കാണിച്ചു കൊടുത്തു വളർത്താൻ പറ്റും. ഇപ്പം ബർമിംഗ്ഹാം രൂപത്തിലേക്ക് മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വൈദ്യ വിദ്യാർത്ഥികൾ ചേർന്ന് കഴിഞ്ഞു. അപ്പം അങ്ങനെ പരിശീലിപ്പിക്കാൻ UK പറ്റും. USA-യിൽ മലയാളി കുഞ്ഞുങ്ങൾ ചിക്കാഗോ രൂപതയ്ക്ക് വേണ്ടി പോയി ചേരുന്നു ഈ കോളേജ് വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം. അപ്പം എത്ര ഭൗതികമായിട്ടുള്ള ആകർഷണവും മോശമായ സംസ്കാരവും ഉണ്ടെങ്കിൽ അതിന് നടുവിലും നോഹയുടെ പെട്ടകം പോലെ കുടുംബ സംവിധാനത്തെ കാക്കാൻ മാതാപിതാക്കൾക്ക് പറ്റും. അപ്പം അവരുടെ പ്രാർത്ഥനയോടും കൗദാശിക ജീവിതത്തോടും ഒക്കെയുള്ള വിശ്വസ്തത അവർ കാണിക്കുകയും കാരണവന്മാർ പഠിപ്പിച്ച ആ മൂല്യങ്ങളും സഭാമൂല്യങ്ങളും കളയാതെ കൊണ്ടുപോകുന്നൊരു മാതൃക പേരൻസ് ജീവിച്ച് കാണിച്ചാൽ അത് കുറച്ചെങ്കിലും കുട്ടികളിൽ സ്വാധീനിക്കും. പിന്നെ നമുക്ക് പറ്റുന്നൊരു അപകടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതമൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് കേരള മക്കളെ ദൈവം UK-യിൽ എത്തിച്ചത്. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം, അവര് ഇവിടുത്തെ ഭൗതിക സ്വത്തും ഭൗതികമായ ആകർഷണത്തിനും വഴിപ്പെട്ട് ഇവിടുത്തെ മോഡലാകാൻ നോക്കും. എന്തിനു വേണ്ടി ദൈവം അയച്ചോ അടിസ്ഥാനം മറക്കുന്നു. അതാണ് UK-യിലൊക്കെ സംഭവിക്കുന്ന ഒരു പരിധി വരെയുള്ള ഒരു പരാജയം. അതങ്ങോട്ട് മാറ്റിയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ആ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ആ ബോധ്യത്തിൽ മുന്നോട്ട് പോകാനും പറ്റാവുന്നൊരു കുഞ്ഞുങ്ങളെയും സ്വാധീനിക്കാൻ പറ്റും. പ്രത്യേക തിരുത്തലോ വഴക്കോ ബഹളോ ജീവിതം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. അത് യങ് കപ്പിൾസ് പ്രത്യേക ശ്രദ്ധയോടുകൂടി ഒരു കാണേണ്ട ഒരു മേഖലയാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനെ വളർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ധാരാളം ധ്യാനങ്ങൾ നമ്മുടെ UK-യിൽ ഇപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടൊട്ടുമില്ല. ഒരുപാട് ധ്യാനങ്ങൾ
പല രീതിയിലുള്ളത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കുള്ളതും യുവാക്കൾക്കുള്ളതും അതുപോലെ തന്നെ കുടുംബജീവിതമുള്ള ധ്യാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു മാറ്റം പലരും ഉണ്ടാകുന്നില്ല. കാരണം ധ്യാനം ഒരുപാട് കൂടുന്നു, വീണ്ടും പഴയ പടിയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ബേസിക്കലി ഒരു അൾട്ടിമേറ്റ് ആയിട്ടൊരു മാറ്റം ജീവിതത്തിന് പലർക്കും സാധിക്കുന്നില്ല. ചിലർ പറയുന്നു അത് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നു, പക്ഷെ സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടുന്ന ഒരു ജീവിതം ആക്കിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയാൻ വെച്ചാൽ? നമുക്ക് രണ്ട് വാക്കുകളൊന്ന് പയറ്റി, മറ്റൊന്ന് സ്പിരിച്വാലിറ്റി. ഇന്ന് ഞാൻ സാധാരണ കാണുന്ന ആൾക്കാർക്ക് പയറ്റി വർദ്ധിക്കുന്നുണ്ട്, സ്പിരിച്വാലിറ്റി വർദ്ധിക്കുന്നില്ല. അപ്പം പയറ്റി ഭക്താഭ്യാസമേ ആകുന്നുള്ളൂ, സ്പിരിച്വാലിറ്റി ആധ്യാത്മികതയാണ്. ആധ്യാത്മികതയും ഭക്താഭ്യാസം വ്യത്യാസമുള്ളത്, ആൾക്കാർ ഇങ്ങനെ എവിടെ ധ്യാനം വെച്ചാലും അങ്ങ് പോവും. അത് ഒരു 10 വർഷക്കാലം ഒരു പ്രത്യേക ധ്യാന മന്ദിരത്തിലേക്ക്, പിന്നെ അതേ ഗ്രൂപ്പ് തന്നെ അടുത്ത 10 വർഷം അടുത്ത സ്ഥലത്തേക്ക്, അങ്ങനെ പോകുന്നുള്ള ഈ ആധ്യാത്മികത വളരെയല്ല. ആധ്യാത്മികത ഒരു ബേസിക് ഓറിയന്റേഷന് വരുന്നൊരു മാറ്റമാണ്. അത് നമ്മുടെയൊക്കെ കാർന്നവന്മാരുടെ കാലത്തുള്ളതായിരുന്നു. എത്ര ക്ഷാമം വന്നാലും തമ്പുരാൻ കാത്തോളൂ എന്ന് പറയുന്ന അപ്പനമ്മമാരുടെ വിശ്വാസം. അപ്പം ആ ഒരു വിശ്വാസ ദാർഢ്യം ഇന്ന് പലപ്പോഴും ഇല്ല. എല്ലാവരും ഇങ്ങനെ ഈ വെള്ളത്തിലെ ഓളം പോലെ, കടലിന് മുകളിലെ തിരമാലയുടെ മുകളിൽ ചകിരി കിടക്കുന്ന പോലെ ഒരു ഇമോഷണൽ തലത്തിൽ മാത്രമേ നമ്മുടെ പലപ്പോഴും ആധ്യാത്മിക അഭ്യാസങ്ങളിൽ നിന്ന് മാറുന്നുള്ളൂ. അപ്പം അത് ആഴത്തിലേക്ക് പോകാത്തതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം. ഇപ്പം ചേഞ്ച് വരണമെന്ന് വരികയിൽ ഓരോരുത്തരും ജീവിതത്തിന്റെ സത്യസന്ധമായിട്ട് വചനത്തോട് പ്രത്യുത്തരം കൊടുക്കുകയും ഓരോ ധ്യാനത്തിലൊക്കെ കിട്ടുന്ന ചിന്തകളെ വെളിച്ചതിൽ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം കുടുംബജീവിതത്തിൽ തിരിച്ചു തുടങ്ങുകയും ചെയ്താൽ ഈ മാറ്റം ഉണ്ടാവും. പക്ഷെ അത് മാറ്റാതെ ഇപ്പം ഇന്നൊന്നും കൊണ്ട് നാളെ പുതിയ വെറൈറ്റി ഉണ്ടോ, അങ്ങനെ തപ്പി പോകുന്നതുകൊണ്ടാണ് ഈ മാറ്റം വരാത്തത്. അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത് ഒരുപാട് ധ്യാനങ്ങൾ കൂടുന്നതിൽ അർത്ഥമില്ല, അത് ജീവിതത്തിൽ മാറ്റവും പ്രവൃത്തിയിൽ ഉണ്ടാവുക. ഇപ്പൊ യാക്കോബസിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അദ്ദേഹത്തിന് ചത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ ഈ ധ്യാനങ്ങൾ, പക്ഷെ ചിലരുടെ സംസാരത്തിലും അല്ലെ ചില പ്രത്യേക ആൾക്കാരുടെ സംസാരം പറയും പ്രവൃത്തിയല്ല പ്രാർത്ഥനയിലാണ് കൂടുതൽ കാര്യങ്ങൾ വേണ്ടത്, പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തികൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുന്നില്ല. ഞാനീ പറയുന്ന ഒരു വിവാദമാത്രത്തെ അല്ല പറയുന്നത്, പക്ഷെ ചിലർ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടുവരുന്നതാണ് പ്രാർത്ഥന. അല്ലെങ്കിൽ എപ്പോഴും, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന സംബന്ധിച്ചുള്ള ഒരുപാട് സ്ട്രെസ്ഫുൾ ആണ് ലൈഫ്. അപ്പൊ അതിലേക്ക് മാത്രം പോകാൻ പലർക്കും സാധിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. അതിനാൽ തന്നെ അവരൊരു മാറ്റപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹമായിട്ട് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരുത്തണം. അപ്പൊ അതിൽ നമുക്ക് വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റും? അത് പ്രാർത്ഥന മാത്രമെന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ ആധ്യാത്മികതയല്ല. അത് പ്രാർത്ഥനയും പ്രവൃത്തിയും മിക്സപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരുപക്ഷെ ഈ പെന്റക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളിലാണ് ഈ ചാരിറ്റിക്ക് വലിയ ഊന്നലില്ല. അത് പക്ഷെ കാത്തലിക് ചർച്ചിന്റെ ലോകത്തിലെ ഈ സോഷ്യൽ വർക്കും ചാരിറ്റി എടുത്താൽ 80% കത്തോലിക്ക സഭയുടേതാണ്. ബാക്കി എല്ലാവരുടെയും കൂടെ ഉള്ളൂ 20% സർവേ എടുത്തു കഴിഞ്ഞാൽ. അപ്പം പെന്റക്കോസ്റ്റൽ ചർച്ചകൾ നമ്മൾ കാണുന്നതിൽ കൂടുതലും പ്രേയർ ഭക്താഭ്യാസം എന്ന് പറയും, പക്ഷേ ചാരിറ്റിക്കല്ല ഊന്നൽ കൊടുക്കുക. അപ്പം ഇത് കുറച്ച് കഴിയുമ്പോഴത്തെ അതേ സമയത്ത് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ധാരാളം ബന്ധുക്കൂസുകാർ കണ്ടേക്കാം. അത് മറ്റൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതി നമ്മളത് വളരെ കുറച്ചേ കാണുന്നുള്ളൂ അവരുടെ പ്രവൃത്തികളിലൊക്കെ. അപ്പൊ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഈ പ്രാർത്ഥന മാത്രം എന്ന് പറയുന്നൊരു എസ്കേപ്പിസമാണ്. നമുക്ക് എല്ലാത്തിൽ നിന്നും മാറി മറ്റേതോ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്ന പോലെ. പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? പ്രവർത്തിക്കാനുള്ള ശക്തിയുടെ ഊർജമായിട്ട് വേണം പ്രാർത്ഥന മാറാനായിട്ട്. പ്രവർത്തിച്ചോട് മാത്രം ഇരുന്നാലും വളരെ ട്രൈ ആയി എണ്ണയിട്ടാത്ത യന്ത്രം പോലെ ആവും. പ്രവൃത്തി മാത്രം, പ്രയറും പ്രവൃത്തി രണ്ടും കൂടെ മിക്സപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ക്രൈസ്തവ ആധ്യാത്മികം. അതിൽ നിന്നാണ് പറയുന്നത് താൻ പാതി ദൈവം പാതി. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാർ അധ്വാനം എന്ന് പറഞ്ഞാൽ പണിക്കാർ പണിയണം, എങ്കിലേ കർത്താവിന്റെ ബ്ലെസ്സിങ് ഉള്ളൂ. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരന്റെ ഉറപ്പൊഴി വ്യർത്ഥം. അവൻ ഉറക്കളിച്ച് കാവലിരുന്നേ പറ്റുള്ളൂ. ആ കൂട്ടത്തിൽ കർത്താവിന്റെ കാവലുമുണ്ട്. ഇത് രണ്ടും കൂടെ പോകുന്ന രീതിയിൽ ഇപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഓർക്കണം, ഞാൻ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല എന്ന് ഓർക്കണം. പക്ഷെ ചെയ്യുന്നതിന് ഫലം ഉണ്ടാണെങ്കിൽ ഗോഡ്സ് ബ്ലെസ്സിങ് വേണമെന്ന് ഓർക്കണം. അങ്ങനെ ജപിച്ചു പോകുന്നതാണ് ക്രൈസ്തവാദി. അതാണ് കത്തോലിക്കാ സഭയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നതും അങ്ങനെയുള്ളൊരു പ്രബോധന രീതിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരുടെ എല്ലാം ഒരു ചിന്താഗതിയുണ്ട്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്, അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് ചില വിഭാഗീയതകൾ, ചില ഭിന്നിപ്പുകൾ നമ്മുടെ സഭയിൽ തന്നെയുണ്ട്. ചില പ്രസ്ഥാനങ്ങളിൽ ചിലതിൽ പോകുന്നത് തെറ്റാണത് പാടില്ല, അവിടെ അല്ല നമ്മുടെ രക്ഷ
യഥാർത്ഥത്തിൽ ഇവിടെയാണ് രക്ഷ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റം വന്ന് ചിന്തിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞില്ല അച്ഛാ. അത് ഈ രക്ഷയിലേക്ക് വഴികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഈ മനുഷ്യന്റെ രക്ഷയ്ക്ക് ദൈവത്തിൻ്റെതായ നിഗൂഢമായ പദ്ധതികളുണ്ട്. അപ്പൊ നമുക്ക് ഓരോ മതഗ്രന്ഥവും വെച്ചുകൊണ്ട് മതഭ്രാന്ത് പഠിപ്പിക്കാൻ പറ്റും. ഖുറാൻ വെച്ച് മതഭ്രാന്ത് പഠിപ്പിക്കുന്നവരുണ്ട്, മഹാഭാരതവും രാമായണവും വെച്ച് മതഭ്രാന്ത് പഠിപ്പിക്കുന്നവരുണ്ട്, ബൈബിള് വെച്ചും മതഭ്രാന്ത് പഠിപ്പിക്കുന്നവരുണ്ട്. എരുമയും പോത്തിനെയും കുളിപ്പിക്കുന്ന കുളത്തിൽ മുങ്ങിയാൽ രക്ഷയുള്ളെന്നും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളൂടെ വരാത്തവരെല്ലാം നശിക്കും എന്നൊക്കെ പറയുന്നതൊക്കെ ബൈബിൾ വെച്ചുള്ള മതഭ്രാന്തകളാണ്. ഒരിക്കലും ബൈബിള് ശരിക്കും പഠിച്ചു കഴിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള കമന്റ് ഒന്നും പറയാൻ പറ്റുകയില്ല. അപ്പം അവിടെ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ വഴിയെ നടക്കുന്ന മുസൽമാനും ഹിന്ദുവും സത്യം പ്രവർത്തിക്കുന്ന ഏത് വിജാതീയനും ജീവനെ മാനിക്കുന്ന ഏത് വിശ്വാസിപ്പെടുവാനാണെങ്കിലും ദൈവം അവനെ രക്ഷിക്കും. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോരുത്തർക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം കാണിച്ചു കൊടുത്ത വഴിയുണ്ട്. ഇപ്പൊ ഞാൻ പിറന്നു വീണ ഒരു മതസമൂഹവും സംവിധാനമാണ്, അതിനകത്ത് തന്നെ എനിക്ക് രക്ഷയ്ക്കുള്ള വഴി ദൈവം തന്നിട്ടുണ്ട്. അത് മോശമാണെന്നും പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. സ്വന്തം മതവിശ്വാസത്തെ ത്യജിച്ചിട്ട് അതിനകത്ത് തന്നെ മറ്റൊരു സെക്റ്റിലേക്കാന്ന് പറഞ്ഞു പോകുന്നത് ഡൈവോഴ്സ് നടത്തി പോകുന്ന ഭാര്യയ്ക്കും കെട്ടിയവനും തുല്യമാണ്. ഒരിടത്തൊന്നും കൊടുത്തിട്ടുണ്ട്. അതിന്റെ വഴി ഭംഗിയായിട്ട് പോയാൽ അവിടെ രക്ഷയുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഇത് മോശം, ഇച്ചപ്പോഴും മെച്ചപ്പെട്ട ഇത് മോശം, അങ്ങനെ വിധിക്കാൻ ഭൂമിയിൽ ആർക്കും അവകാശമില്ല. അതിന് നമ്മൾ വിളിക്കുന്ന വാക്ക് ഭക്തിയുടെ അഹങ്കാരം എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സെക്റ്റുകളെ അല്ല ദൈവം ഇഷ്ടപ്പെടുക. സത്യസന്ധമായിട്ടുള്ള കമ്മിറ്റ്മെന്റും ജീവിത വിശുദ്ധിയും ഒരു നൈർമല്യമൊക്കെ സൂക്ഷിച്ചു പോയാൽ അത് എല്ലാ ജാതിപ്പെട്ടുള്ളവർക്കും അതിന്റെ രക്ഷയുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് വേദപുസ്തകത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ അച്ഛൻ, ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ സാധാരണ വൈദികരിൽ നിന്നും വളരെ വ്യത്യസ്തനായി, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒരു വൈദിക മേഖലയിലേക്ക് പോകുന്നതിന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ ഇങ്ങനെ ഒരു ദൈവവിളി ഉണ്ടായതെന്നും അച്ഛൻ വൈദികനാകാൻ പോയതെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു അച്ഛൻ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഒന്ന് വിവരിക്കാവോ? അത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാകാൻ പോയാൽ ആഗ്രഹിച്ചതാ. അപ്പൊ ഞങ്ങൾ 2 മക്കളെ ഉള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് വലിയ എതിരായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ എനിക്കെന്നും ഞാൻ പഠിക്കുന്ന കാലം മുതലേ കഥാപ്രസംഗത്തിനും പ്രസംഗത്തിനും എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു. അത് 2 ഐറ്റത്തിന് പ്രത്യേകിച്ച് കഥാപ്രസംഗം, പ്രസംഗം. അത് കോളേജ് വിദ്യാഭ്യാസി വന്നപ്പോഴും അതിന് സമ്മാനം കിട്ടുമായിരുന്നു. അപ്പൊ അത് ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് എന്നെ ശ്രദ്ധയായി. അപ്പൊ അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലഘട്ടത്തിലായിരുന്നു കോളേജ് വിദ്യാഭ്യാസം 77-ന്റെ ആരംഭത്തിൽ. അപ്പം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് വന്നു, രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നു, എന്നെ ഫുൾ ടൈം പൊളിറ്റീഷ്യനായി. അങ്ങനെ 3 വർഷക്കാലം രാപകൽ രാഷ്ട്രീയ പ്രസ്ഥാനവും പ്രസംഗമായിട്ട് കേരളം മുഴുവൻ ഓടി നടന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആയിരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പിളർപ്പുകളും ബഹളങ്ങളൊക്കെ വന്നു. അപ്പം കഴിഞ്ഞും പിന്നെ ആ മാനസികമായൊരു അകൽച്ച വന്നു. പിന്നെ അതിൽ നിന്ന് മാറുകാരൻ. അങ്ങനെ മാറിയത് കൊണ്ടാണോ അച്ഛൻ ഇങ്ങനെ വൈദികനായിട്ട് മാറണമെന്നൊരു ചിന്ത, അതോ ഉൾപ്രേരണ ഉണ്ടായിട്ട് കഴിഞ്ഞപ്പോഴേ പോകാൻ ഇറങ്ങിയതാ. എല്ലാവരും വീട്ടിൽ നിന്ന് എതിർപ്പുകൊണ്ടാണ് പോകാതിരുന്നത്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ പിന്നെ ആ സാഹചര്യമൊക്കെ മാറിപ്പോയി. വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് തോന്നി ഇതൊക്കെ വലിയ അർത്ഥമില്ല. വീണ്ടും എല്ലാവരും അങ്ങ് വളരുന്നു, നമുക്കൊരു അത്ര ലക്ഷ്യം എന്തോ ഒരു ഇഷ്ടമില്ലായ്മ പോലെ തോന്നി. അപ്പം വീണ്ടും പഴയ ആ ഒരു ദൈവവിളിയുടെ ചിന്തകളെ കുറിച്ച് വീണ്ടും മനസ്സിൽ വരികയും അങ്ങനെയാണ് പിന്നീട് ചേരുന്നത്. അപ്പം അങ്ങനെ ചേർന്നു കഴിഞ്ഞ് പിന്നെ പരിശീലനം പൂർത്തിയായി കഴിഞ്ഞ് വീണ്ടും സഭയിൽ നിന്ന് പഠിക്കാൻ വിട്ടു. LLB ചെയ്യാൻ പോയി. അങ്ങനെ ലോ അക്കാഡമിയിലായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലമുണ്ട്, നിയമ പശ്ചാത്തലമുണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ധ്യാന കാഴ്ചപ്പാട്. ഇപ്പൊ ഇന്നാണെങ്കിലും കുടുംബ കോടതിയിലെ ആൾക്കാരുമായിട്ടും മറ്റു കോടതി ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ വിവാഹ കേസുകളോട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം കൂടെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളാണ് ധ്യാനത്തിലൂടെ ഇന്ന് ആവിഷ്കരിക്കുക. അതുകൊണ്ടത് ആൾക്കാർ കൂടുതൽ അപ്പീൽ ചെയ്യുന്നതാണെന്ന് പറയുന്നു. അച്ഛൻ ഇപ്പൊ പറഞ്ഞപ്പോ ഓർത്തത്, ഇപ്പൊ സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അതിന് ഏക മാർഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണോ, അതോ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വൈസും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് അതിൻ്റെ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ആണോ കൂടുതൽ എഫക്റ്റീവ് ഉള്ളത്? അതെ, ചില ദാമ്പത്യ തകർച്ചകളിൽ ആവശ്യം ഈ സ്പിരിച്വൽ കൗൺസിലിംഗ് ആവശ്യമുള്ളൂ. അത് ചിലതില്, കാരണം അതൊക്കെ ഒരു മിനിമം ലെവല്. ചിലത് അതിനൊക്കെ കുറെ കൂടെ അപ്പുറത്തോട്ട് കടന്നു പോയതാ. അത് ഒരച്ഛന്റെ ഉപദേശം കൊണ്ട് തീരുന്നതല്ല. അതിന് ഉപദേശിക്കാൻ പോയാൽ അച്ഛൻ തന്നെ കുടുങ്ങിപ്പോവും നിയമത്തിന്റെ മുമ്പില്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ നിയമപരമായ ഉപദേശങ്ങളിലേക്ക് വിടണം. ചിലതിന് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരുണ്ട്. സംശയരോഗം, ഒരുതരി കമ്പൽഷനായിട്ടുള്ളൊരു വ്യക്തിത്വം. അപ്പൊ അങ്ങനെയുള്ളതിന് നന്നായിട്ട് മരുന്നും ഉപദേശവും കൊടുക്കുന്ന
ഡോക്ടർമാരിലേക്ക് നമ്മൾ തന്നെ ഗൈഡ് ചെയ്ത് വേണം. നമ്മുടെ അച്ഛൻ്റെ അടുക്ക വന്നു കഴിഞ്ഞാൽ ചിലത് നമ്മുടെ ഒരു ഉപദേശം കൊണ്ട് തന്നെ ചില ഗൈഡൻസിൻ്റെ അഭാവത്തിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്നതാണെങ്കിൽ അവിടെ കൊണ്ട് തീരും. അപ്പം നമ്മുടെ കേസിൻ്റെ ആ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ പല കേസുകൾ ഇങ്ങനെ ഡോക്ടർമാരിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്. പല കേസുകൾ ചില ഡോക്ടർമാർ തന്നെ എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇങ്ങനെ സ്പിരിച്വൽ കൗൺസിലിംഗ് മാറിയേക്കാമെന്നും പറഞ്ഞപ്പം ഒത്തിരി പേര് ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ചുള്ള ഒരു സംരംഭമായിട്ടാണ് ഇതിനെ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. പക്ഷെ കരിസ്മാറ്റിക് പരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാത്തിലും ഉപരി ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറും. മരുന്നിനല്ല, ലേബലാക്ഷരങ്ങൾക്കല്ല. അതേക്കുറിച്ച് അതിനെപ്പറ്റി എന്താ അച്ഛൻ പറയുന്നത്? അല്ല, അതുകൊണ്ട് കാരണം നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് മാനുഷികമായിട്ട് ചെയ്യാവുന്ന പരിഹാര വഴികളാണ്. മനുഷ്യന്റെ പരിഹാര വഴികൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. കാരണം മനുഷ്യന് കുരുക്കിടാനേ പറ്റും, കുരുക്കഴിക്കാൻ ദൈവം തന്നെ വേണം. ഇപ്പൊ ചില കാര്യങ്ങൾ വലിയ ബുദ്ധിയോടും യുക്തിയോടും ചിന്തിച്ചു കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മിന്നൽ പോലെ ദൈവത്തിന്റെ ഒരു ചെറിയ ഇടപെടലിൽ പെട്ടെന്ന് തീരും. ഒത്തിരി തീരുന്നോർത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരു ഡിവൈൻ ധ്യാനമന്ദിരമോ വല്ല അട്ടപ്പാടിയോ അസീസിയോ കാരിസ്ഭവനോ ഏതെങ്കിലും കുളത്തുപോയിലോ ചില ധ്യാനമന്ദിരങ്ങളൊക്കെ ഒന്ന് പോയി ധ്യാനിച്ച് വരുമ്പം തന്നെ എല്ലാ പ്രശ്നം, പിന്നെ ഒരു കൗൺസിലിങ്ങും ഒരു വൈദ്യന്റെ ആവശ്യമില്ലാതെ തീരുന്ന കേസുകളുണ്ട്. പക്ഷെ എല്ലാ കേസും അങ്ങനെയല്ല. ചിലത് ധ്യാനം കൊണ്ട് തീരുന്നതും അല്ല, അതിനപ്പുറത്തേക്കുള്ളതാണ്. പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുകയും വേണം, നമ്മളത് പറയുകയും വേണം. തീർച്ചയായിട്ടും. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഇപ്പൊ ലോക പ്രശസ്തനാണ്. ഇപ്പൊ പറഞ്ഞ് LLB പാസ്സായി രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ച ആളാണ്. പല ജീവിത അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരാഴ്ചനോട് ദൈവത്തിലേക്ക് വന്നപ്പോൾ അച്ഛൻ ഈ കപ്പുച്ചിൻ സഭയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, പ്രത്യേക ഒരു മമത ഉണ്ടായിരുന്നു ആ സഭയോട്? കപ്പുച്ചിൻ സഭയോട് വരാനുള്ള മമത, ഈ കപ്പുച്ചിൻ സഭയ്ക്ക് സ്ഥാപനങ്ങളോ എസ്റ്റേറ്റുകളോ വരുമാന വഴികളൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് ദൈവപരിപാലനെ ആശ്രയിച്ച് സുവിശേഷ പ്രസംഗം മാത്രം നടത്തുന്നൊരു സഭയാണ്. അപ്പം പ്രസംഗിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടും ഇപ്പം എനിക്കൊരു തോന്നലുള്ളത് കൊണ്ടും ഈ സഭ കൂടുതലും ധ്യാനപ്രസംഗങ്ങൾ കൂടുതൽ കൊടുക്കുന്നൊരു സഭാ സമൂഹമാണ്. മറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഉപരി എനിക്ക് ഇങ്ങനെയുള്ള ഒരു ശൈലിയോടായിരുന്നു. അപ്പം അതാണ് ഫ്രാൻസിസ്കൻ ശൈലിയോട് ഒരു താല്പര്യവും പിന്നെ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത ശൈലി അത് ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിലും ഒക്കെ എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്നതാണെന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സഭയിലേക്ക് വരാനുള്ള കാരണം. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ ഒരു ജോസഫ് പുത്തമ്പലച്ചന്റെ ധ്യാനം എന്ന് കേട്ടാൽ ജനങ്ങൾ അവിടെ ഓടിക്കൂടും. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അച്ഛൻ യൂട്യൂബിലും എല്ലായിടത്തും അച്ഛൻ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ അച്ഛൻ്റെ ഓരോ വാക്കിനും അമൃത തുല്യമായിട്ടാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛനോട് ചോദിക്കട്ടെ, ഈ UK പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള മനുഷ്യർ പല ചെറുപ്പക്കാരുടെ ഒരു കോംപ്ലക്സ് ആണ്. അവർക്ക് നാട്ടിൽ ഒരു നല്ല രീതിയിൽ ജീവിച്ചവരാണ്, നല്ല ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഭാര്യയ്ക്ക് ഒരു നല്ല ജോലി, അല്ലെങ്കിൽ ഭർത്താവിന് കുറഞ്ഞ ജോലി, ശമ്പളം കുറവ്, ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ളിലുണ്ട്. അത് പല സമയങ്ങളിലും അത് ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നത് ചില സമയങ്ങളിൽ പൊട്ടിപ്പോവും. അപ്പൊ ചില കുടുംബത്തിൽ ചില നിസ്സാര പ്രശ്നങ്ങളായിരിക്കും. അത് ഒന്നും വിട്ടുകൊടുക്കാനോ ഒന്നും ക്ഷമിക്കാനോ ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. അതിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായത് വലുതായി വളർന്നു പോവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു മനസ്സിലുണ്ടായ ആ ഒരു വികാരത്തെ അത് കംപ്ലീറ്റ് മാറ്റി ഒരു ചിട്ടയായ ജീവിതത്തിലും ക്ഷമിച്ചും പരസ്പരം സഹിച്ചും പോകാനുള്ള ഒരു ഉപദേശം അച്ഛനൊന്ന് കൊടുക്കാൻ പറ്റുമോ അച്ഛനവർക്ക്? നമുക്ക് ഇങ്ങനത്തുള്ള തലങ്ങൾക്ക് ഒരു ഒറ്റമൂലി പോലെ നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. പിന്നെ വരുമാനം കൂടുതലുള്ള സ്ത്രീകൾ കൂടുതൽ വിധേയത്വവും ബഹുമാനവും ഒക്കെ ഭർത്താവിനോട് കാണിച്ചാൽ പുരുഷനെ നേടാൻ പറ്റും. അത് ആണുങ്ങളെ സംബന്ധിച്ച് ഈ കോംപ്ലക്സിന്റെ പേരിൽ അവൾ എന്നേക്കാൾ അങ്ങ് വളർന്നു പോകുന്നു എന്നുള്ള രീതിയിലുള്ള നമ്മുടെ കേരളീയ ഇന്ത്യൻ പശ്ചാത്തലത്തിലെ ഒരു ഭർത്താവിന്റെ കോംപ്ലക്സ് കൊണ്ടു നടക്കുന്ന കാലത്തോടും ഇതിന് പരിഹാര വഴികൾ എളുപ്പത്തിലില്ല. പിന്നെ ദൈവം തൊട്ട് ഇങ്ങനെ ധ്യാനങ്ങളും ചിന്തകളൊക്കെ വെക്കുമ്പം കുറേയൊക്കെ ചിന്തിക്കാനൊക്കെ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്ക് തിരുത്താനായിട്ട് ഉള്ള ഒരു തലം വരുമെന്നുള്ളതുള്ളൂ. അപ്പം അവിടെ ഓർക്കാനത്രേ ഉള്ളൂ. ഒരു നാട്ടിലിപ്പം വലിയ ബംഗ്ലാവ് എസ്റ്റേറ്റും ഉണ്ടെങ്കിൽ ഇത്രയും പറന്ന് വന്ന് ഇവിടെ വന്ന് ഇതുപോലെ ടെൻഷൻ പിടിച്ച് പണി ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇത്രയും ദൂരത്തേക്ക് വന്നപ്പം കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒക്കെ വളർത്താൻ ആഗ്രഹമുണ്ടെന്നൊരു ഒരുപാട് കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ ആണുങ്ങളും പഠിക്കണം, പെണ്ണുങ്ങളും പഠിക്കണം. സ്ത്രീകൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ മോഡലിൽ ആണുങ്ങളെ ഭരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ മാറ്റിയിട്ട് നമ്മുടെയൊക്കെ അമ്മമാരുടെ ആ റോൾ മോഡലിൽ ചിലപ്പോഴൊക്കെ വെറുതെ അങ്ങ് വിധേയത്വത്തോട് വഴങ്ങാൻ സ്ത്രീയും പഠിക്കണം. കുഞ്ഞുങ്ങൾ ഞാൻ കെട്ടിക്കൊണ്ട് വന്ന സ്ത്രീ എന്ന രീതിയിൽ ഭാര്യയും മക്കളെയും കാണാൻ ഭർത്താവും ഒന്ന് പഠിച്ചാൽ ഒത്തിരി പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വിവാദത്തിൽ തോറ്റാൽ വിവാഹത്തിൽ ജയിക്കാം എന്നാണ് പറയുക. അപ്പം ആരെയും തോപ്പിക്കാനല്ല. ഭർത്താവിനെ ഒതുക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ ഒതുങ്ങിപ്പോയെന്നാണ്. ഭാര്യ ഒരു ഭർത്താവ് ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഒതുങ്ങിപ്പോയെന്നാല്. ഇനിമേൽ രണ്ടല്ല ഒന്നാണ്. അപ്പം ആ ഒരു ചിന്ത ഉണ്ടെന്ന വരിയിൽ ആരെയും കൊച്ചാക്കാനോ വലുതാക്കാനോ തോന്നുകയില്ല.
ഇങ്ങനെയുള്ള കോംപ്ലക്സിലേക്ക് വരികയില്ല. കല്യാണം കഴിഞ്ഞാലും രണ്ടും രണ്ടായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതിനടിസ്ഥാനം ക്രിസ്തുവിൽ ഒന്നായി എന്നൊരു ബോധ്യത്തിലേക്ക് ഇവർ വരിക എന്നുള്ള, അതിനെ സഹായിക്കാൻ ധ്യാനങ്ങളും മറ്റുമൊക്കെ ഒരു സഹായ ഘടകമായിട്ട് വരുന്നു. ആ രീതിയിൽ നമുക്ക് നേടാനായിട്ട് പറ്റത്തുള്ളൂ. അച്ഛൻ, അവസാനമായിട്ട് അച്ഛന്റെ ധ്യാനങ്ങൾ കൂടാത്ത ഇനി ഒരുപാട് പേരുണ്ട്. പക്ഷെ പലർക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. അച്ഛന്റെ പേരും അച്ഛന്റെ ഫോട്ടോയും കാണുമ്പോൾ ധ്യാനം ഒന്ന് കൂടിയാൽ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അച്ഛൻ ബേസിക്കലി കൊടുക്കുന്ന വിശ്വാസത്തിന് തരത്തിലുള്ള ഒരു ഉപദേശം എന്തോന്ന് ഒന്ന് പറയാമോ അച്ഛാ? അതപ്പം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന വഴികൾ, ദൈവം നയിക്കുന്ന മാർഗങ്ങളുണ്ട്. അപ്പം ആ മാർഗത്തിൽ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിച്ചു പോവുക. പിന്നെ ജീവജാലങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഇൻസ്റ്റിങ്ക്റ്റാണ്, വാസനയാണ്. മനുഷ്യനാണ് ധാർമ്മികമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശം. നന്മ ഏത് തിന്മ ഏതെന്ന് നമ്മുടെ മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, കാരണവന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ നന്മതിന്മകളെ കുറിച്ചൊരു തീരുമാനം വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിലെടുക്കുക. കാരണം മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത് നന്മ തിന്മ ഏതെന്ന് മനുഷ്യൻ സ്വയം തീരുമാനിക്കുന്നതാണ് പാപം. അതാണ് ബൈബിളിൽ പറയുക, നിനക്ക് എന്തും ചെയ്യാം, പക്ഷെ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. ഇപ്പം ദൈവം പഠിപ്പിച്ച നന്മകൾ മതഗ്രന്ഥങ്ങളിലുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചുണ്ട്. അപ്പം അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക, ചിട്ടപ്പെടുത്തുക. തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഇതാണ് എൻ്റെ നന്മ, ഇതാണ് എൻ്റെ മനസാക്ഷി എന്ന് പറയുന്നതിന് ന്യായീകരണമില്ല. അപ്പം ദൈവം തന്നിരിക്കുന്ന ഒരു പൊതുചിന്ത. അപ്പം നാവിഗേറ്റർ വണ്ടിയെ വെച്ചിട്ടുണ്ട്. അപ്പം നാവിഗേറ്റർ നമ്മളെ പറയുന്ന വഴിയിലൂടെ നമ്മൾ വണ്ടി പോകുന്നു. ഇതുപോലെ ദൈവം വെച്ച നാവിഗേറ്ററാണ് വിശുദ്ധ വേദപുസ്തകം. പോകേണ്ട വഴി യു-ടേൺ എടുക്കാൻ പറയുന്നുണ്ട്. റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് ഇന്ന എക്സിറ്റിലേക്ക് നീ പോയില്ലെങ്കിൽ പോയി ഇടിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടങ്ങ് ജീവിച്ചു പോവുക. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ UK-യിലാണെങ്കിലും USA-യിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മുടെ ജീവിതം ഭദ്രമാകും, കുടുംബവും ഭദ്രമാകും. അപ്പം അതിന് നമ്മൾ ദൈവത്തിന് മുമ്പിലേക്ക് വിധേയത്വമുള്ള മനസ്സോടെ കീഴ്വഴങ്ങുക. അത് മാത്രമേ നമുക്കൊരു പരിഹാര വഴിയായിട്ടുള്ളൂ. അച്ഛൻ്റെ ആ ഉപദേശം വളരെ ഹൃദയസ്പർശിയായിരുന്നു. അത് വളരെ ഹൃദയം തട്ടുന്ന ഒരു ഉപദേശം അച്ഛൻ പറഞ്ഞത്. അച്ഛൻ്റെ ഇത്രയും വിലയേറിയ സമയത്തൊക്കെ ഞങ്ങളോട് സംസാരിക്കാൻ സമയം തോന്നി അച്ഛൻ ഞങ്ങളുടെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.